ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള മെക്ടെക്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇന്നൊരു സ്വിഫ്റ്റ് ഡിസയർ ZDI വേരിയൻ്റ് ഉണ്ട്. ഈ വണ്ടി സെയിലിനുള്ള വണ്ടിയാണ്. അതായത് നമ്മുടെ കമ്പനി വാറണ്ടി കഴിഞ്ഞുള്ള കംപ്ലീറ്റ് സർവീസ് നമ്മുടെ അടുത്താണ് ചെയ്തേക്കുന്നത്. മേജർ സർവീസ് അടക്കം എല്ലാം നമ്മുടെ അടുത്താണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ തന്നെ മേജർ സർവീസ് ചെയ്തേക്കുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാ വർക്കും അപ്പോൾ ചെയ്ത് തീർത്ത് പോകുന്ന ഒരു കസ്റ്റമറാണ്. വണ്ടിയുടെ സൈഡ് വ്യൂയും ടോപ്പ് വ്യൂ ഒക്കെ നമുക്ക് കാണാം. ചെറിയ കുഞ്ഞു തട്ടുമുട്ടും സ്ക്രാച്ചസൊക്കെ കാണാൻ ഇടയ്ക്കൊക്കെ എറണാകുളം പോയിട്ട് വരുന്ന വണ്ടിയാണ്. അപ്പം സിറ്റിയുടെ ടൗണും സിറ്റിയുടെ തിക്കും തിരക്കിൻ്റെ ഇടയിലൊക്കെ ചെറിയ കുഞ്ഞു സ്ക്രാച്ചസും തട്ടുമുട്ടും കിട്ടിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വേറെ അങ്ങനെ കംപ്ലയിൻസ് കാര്യങ്ങളൊന്നും ബോഡി ഭാഗത്തൊന്നും അങ്ങനെയൊന്നും വേറെ പ്രോബ്ലംസ് ഇല്ല. നല്ല ബോഡി ലൈനുള്ള വണ്ടിയാണ്. എഞ്ചിൻ റൂമും കാര്യങ്ങൾ കാണിച്ചു തരാം. എഞ്ചിൻ കണ്ടീഷൻ ഓക്കെയാണ്, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ സർവീസിലും പ്രോപ്പറായിട്ട് തന്നെ ഫിൽറ്റേഴ്സും ഓയിൽ ഫിൽറ്ററും ഡീസൽ ഫിൽറ്ററും എയർ ഫിൽറ്റർ AC ഫിൽറ്ററൊക്കെ പ്രോപ്പറായിട്ട് മാറിപ്പോകുന്ന ഒരു വണ്ടിയാണ്. പിന്നെ കൂളൻ്റ് പോലും എവറി 2 ഇയർ വെച്ച് മാറുന്നതാണ്. വേറെ നോർമൽ വാട്ടർ പോലും ആഡ് ചെയ്യാറില്ല. കൂളൻ്റ് പ്ലസ് ഡിസ്റ്റൽ വാട്ടർ ഉപയോഗിച്ച് മാത്രം ഓടിക്കുന്നതാണ്. അതുകൊണ്ട് വേറെ അങ്ങനെയുള്ള സീനും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കൃത്യമായ സമയത്ത് ടൈമിംഗ് ചെയിനും വാട്ടർ പമ്പും കാര്യങ്ങളൊക്കെ മാറി EGR ഒക്കെ കൃത്യമായ സമയത്ത് ക്ലീൻ ചെയ്ത് പോയിരിക്കുന്നതാണ്. ഇതിൻ്റെ തന്നെ EGR ചെയ്തേക്കുന്നതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് തന്നെ കിടപ്പുണ്ട് ഈ വണ്ടിയുടെ. പിന്നെ എന്ത് കംപ്ലയിൻറ്റ് വന്നാലും അപ്പം ചെയ്ത് തീർത്ത് പോകുന്ന ഒരു കസ്റ്റമറും കൂടിയാണ്. അപ്പം അടുത്ത ഒരാൾക്ക് എടുക്കുമ്പോഴത്തേക്ക് വേറെ അങ്ങനെ വിഷയങ്ങളൊന്നും അതിനകത്തുണ്ടാവില്ല, മേജർ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഓയിൽ സർവീസൊക്കെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോകുന്നതാണ്. ഓയിൽ കണ്ടീഷൻ നമുക്ക് കാണാം. വേറെ ഓയിൽ ചിലവോ സ്മോക്കോ അൺയൂഷ്വൽ ആയിട്ടുള്ള നോയ്സോ പ്രശ്നങ്ങളൊന്നും തന്നെ അതിനകത്തില്ല. ഇനിയും സർവീസ് ചെയ്തിട്ട് അധികമായിട്ടില്ല. ഏകദേശം ഇനി ഒരു 5000 കിലോമീറ്റർ ഓടാനുള്ളത് ഉണ്ട്. ഓക്കെ, നമ്മുടെ ഇൻറ്റീരിയർ നമ്മുടെ ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,58,000 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അത് ജെന്യൂൻ കിലോമീറ്ററാണ്. സ്റ്റാർട്ടിങ് നോക്കാം. സ്റ്റാർട്ടിങ് നോർമലാണ്. വേറെ അൺയൂഷ്വൽ ആയിട്ടുള്ള നോയ്സോ സ്മോക്കോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇത് നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് സൈഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. നമുക്ക് കാണുന്ന നമുക്ക് വേറെ അൺയൂഷ്വൽ ആയിട്ടുള്ള സ്മോക്കോ വേറെ പ്രോബ്ലംസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ചെറിയ തട്ടുമുട്ടൊക്കെ ഉണ്ട്, ഇടയ്ക്ക് കൊച്ചിയിലൊക്കെ പോയി വരുന്നതിൻ്റെ ഗുണമാണ്. അപ്പം അതൊക്കെ യൂഷ്വലുള്ള കാര്യമാണ്. വേറെ മേജർ ആക്സിഡൻസോ കാര്യങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. നല്ല ബോഡി ഷേപ്പ് ഉണ്ട്. ഇൻറ്റീരിയർ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്. ZDI ആയതുകൊണ്ട് തന്നെ എയർ ബാഗ്, ABS, സ്റ്റിയറിംഗ് കൺട്രോൾ, കമ്പനി ഫിറ്റഡ് ആയിട്ടുള്ള മ്യൂസിക് സിസ്റ്റം, അതുപോലെ ഓട്ടോമാറ്റിക്, ക്ലൈമറ്റ് AC അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. 4 ഡോർ പവർ വിൻഡോ, അതുപോലെ അതിൻ്റെ ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള നമ്മുടെ മിറേഴ്സ് എല്ലാം ഫംഗ്ഷൻ ചെയ്യുന്നതാണ്. എല്ലാ ഇലക്ട്രോണിക് ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം പക്കാ ഫംഗ്ഷനിങ് തന്നെയാണ്. വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഇൻറ്റീരിയർ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ സൂക്ഷിച്ചേക്കുന്നതാണ്. ഡോർ പാഡ് നമുക്ക് കാണുന്നത് നമുക്ക് ബീജ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ വേറെ അഴുക്കും കാര്യങ്ങളൊന്നും പറ്റാതെ പരമാവധി കെയർ ചെയ്തേക്കുന്നതാണ്. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കൊണ്ടുനടക്കുന്ന ഒരു വണ്ടിയാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു റൈറ്റ് സൈഡ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വണ്ടിയുടെ ഒരു റൈറ്റ് സൈഡ് വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ റീസെൻ്റ്ലി മാറിയിരിക്കുന്നതാണ്. JK ടയർസാണ് ഇട്ടേക്കുന്നത്. 4ഉം 1000 കിലോമീറ്റർ പോലും ആയിട്ടുള്ള ടയർ മാറിയിട്ട് ഈ കാണുന്ന നമുക്ക് ജെന്യൂൻ ടയർ, പുത്തൻ ടയറാണ് ഇട്ടേക്കുന്നത്. 4ഉം JK. ഇതിൻ്റെ ബില്ലടക്കം കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ടയറിൻ്റെ ഈ പറഞ്ഞ പോലെ ചെറിയൊരു രോമം പോലും മാറിയിട്ടില്ല. ഓക്കെ, പിന്നെ അവിടെ ഇവിടെയെല്ലാം ബമ്പറയിലൊക്കെ കുഞ്ഞു സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ കാണാം. ഇടയ്ക്കൊക്കെ എറണാകുളം പോകുന്നവർക്കറിയാം, ചെറിയ തട്ടുമുട്ടൊക്കെ കിട്ടാതെ വണ്ടി വരത്തില്ല. അങ്ങനെ ഉള്ള ഒരു കേസാണ്. മേജർ വേറെ റീപ്ലേസ്മെൻറ്റോ മേജറായിട്ടുള്ള വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ അങ്ങനെയുള്ള യാതൊരുവിധ ഹിസ്റ്ററിയും കാര്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ നമ്പറും കാര്യങ്ങളൊന്നും തന്നെ ഹൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ജെന്യൂൻ കിലോമീറ്ററാണ്. വെൽ മെയിൻറ്റൈൻഡ് ആണ്. നോർമൽ ഡ്രൈവിൽ ഈ കാണുന്ന കണക്ക് തന്നെ 18 to 20 മൈലേജ് കിട്ടുന്നുണ്ട്. കുറച്ചും കൂടി നല്ലോണം കെയർഫുള്ളി ഓടിക്കുന്നവരാണെങ്കിൽ 22+ കിട്ടാറുണ്ട്. ഡിസയറിന് ഉപയോഗിക്കുന്നവർക്കറിയാം. അതുപോലെ ക്ലൈമറ്റ് കൺട്രോൾ AC ആണെങ്കിലും എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പക്കാ ഫംഗ്ഷനിങ് ആണ്. ടിൽ ദ ഡേറ്റ് അങ്ങനെ വേറെ വിഷയങ്ങളും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.25 ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. ചെറിയ രീതിയിലുള്ള തട്ടുമുട്ടും ബോഡി വർക്ക് ഉള്ളതുകൊണ്ടാണ് ഇച്ചിരി കുറച്ചിട്ടേക്കുന്നത്. നോർമലി അതിനേക്കാളും മേലെ മാർക്കറ്റ് വാല്യൂ ഉള്ള വണ്ടിയാണ്. അപ്പം സീരിയസ് ബയേഴ്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്.